Hi dears, welcome back to my channel. I am Ilhan. അപ്പോൾ ഇന്ന് Fittonia plants ന്റെ കെയറിങ്ങിനെ കുറിച്ച് പറയാം. Fittonia plants ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ വളരുന്ന ഒരു പ്ലാന്റ്സ് ആണ്. ഇവർക്ക് Fittonia എന്നുള്ള പേരിന് പുറമെ നെർവ് പ്ലാന്റ് എന്നും ഈ പ്ലാന്റ്സിനെ സാധാരണയായിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. ഇവരുടെ ലീവ്സിലുള്ള വെയിൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവരെ നെർവ് പ്ലാന്റ് എന്നും സാധാരണയായിട്ട് പറയാറുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ടോപ്പിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ആണ് Fittonia plants. അപ്പോൾ ഇതേപോലത്തെ ചെറിയ പോട്ടിലൊക്കെ ഇതിപ്പോൾ ഒരു സെറാമിക് പോട്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതേപോലെ ചെറിയ ക്യൂട്ടായിട്ടുള്ള പോട്ടുകളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ടേബിൾ ടോപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ്. പൊതുവേ എല്ലാ ഗാർഡനേഴ്സിൻ്റെയും ഫേവറേറ്റ് പ്ലാന്റ് ആയിരിക്കും Fittonia plants. ഇതിൻ്റെ ഒരു കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കെയർ വേണ്ട ഒരു പ്ലാന്റ് ആണിത്. കാരണം വെള്ളം ഒഴിക്കുന്നതിനാണെങ്കിലും അതല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് ആണിത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഒത്തിരി വെയിലൊന്നും അടിക്കാൻ പാടില്ല. ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് മാത്രമേ ഈ പ്ലാന്റ്സിന് പറ്റുള്ളൂ. ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വെക്കാം. ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ ഈ പ്ലാന്റ് വെക്കുന്നത്. പുറത്താണ് ഔട്ട്ഡോറിലാണ് നമ്മൾ ഈ പ്ലാന്റ് വെക്കുന്നതെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത്. അധികം ഹൈറ്റ് വെക്കുന്ന ഒരു പ്ലാന്റ് അല്ല. ഇതിൻ്റെ മിനിയേച്ചർ പ്ലാന്റും ഉണ്ട്, അതല്ലാതെ സാധാരണയായിട്ടുള്ള പ്ലാന്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പ്ലാന്റ് എല്ലാം ഇതേപോലെ ചെറുതായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇതല്ലാതെ ഇങ്ങനെ പറ്റി പിടിച്ചിങ്ങനെ നിലത്ത് ആ ചട്ടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന കുറച്ച് പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അതേപോലത്തെ പ്ലാന്റ്സ് ആ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം എല്ലാം തന്നെ ഒരേപോലത്തെ പ്ലാന്റ് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ പ്ലാന്റ്സിനും ഉണ്ട്. ഇതെല്ലാം വേറെ വേറെ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ആ ഡോട്ടിൻ്റെ കളർ കൊണ്ടോ അല്ലെങ്കിൽ ഇതിൽ പോയിരിക്കുന്ന ആ ലൈൻസിൻ്റെ പ്രത്യേകതകൾ കൊണ്ടോ ഒക്കെ ഇതിന് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലൊന്നും കണ്ടാൽ നമുക്ക് ഇത് വേറെ വേറെ പ്ലാന്റ് ആണെന്നൊന്നും നമുക്ക് തോന്നത്തില്ല. ഒരൊറ്റ പ്ലാന്റ് ആണെന്നേ തോന്നത്തുള്ളൂ. അപ്പോൾ അതേപോലെ പക്ഷേ ഇതിൻ്റെ ലീവ്സൊക്കെ കണ്ടോ, നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഒരു സൂപ്പർ പ്ലാന്റ് ആണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ അതിൻ്റെ ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് കളക്ഷൻസൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അധികം പ്ലാന്റ്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീൻ കളറാണുള്ളത്. അതിൻ്റെ വെയിൻസിനൊക്കെ നല്ല വൈറ്റ് കളറിലുള്ള ലൈൻസൊക്കെയാണ് ഈ പ്ലാന്റിനുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. അതേപോലെ ഈ പ്ലാന്റ് ആണെങ്കിൽ ഇത് ഗ്രീൻ ലീവ്സിൽ ലൈറ്റ് പിങ്ക് ലൈൻസ് ആണ് ഈ പ്ലാന്റ്സിനുള്ളത്. അതേപോലെ ഇതാണെങ്കിൽ ഗ്രീൻ ലീവ്സ്, അതിൻ്റെ ബോർഡർ ലൈൻ ഗ്രീൻ, നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. ലൈൻസ് എല്ലാം വരുന്നത് പിങ്ക് കളർ, ഡാർക്ക് പിങ്ക് ഷെയ്ഡും അതുപോലെ ചെറിയ ഗ്രീൻ ഡോട്ടൊക്കെ ആയിട്ടാണ് ഈ പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ പ്ലാന്റ്സും ഇതേപോലെ വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഒരേ പ്ലാന്റ് ആണെന്ന് നമുക്ക് തോന്നും. പല വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇത് ഓരോന്നും. ഇതല്ലാതെ ഇതിൻ്റെ ഒരുപാട് പല കളറിലുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് എല്ലാ നഴ്സറിയിലും തന്നെ നമുക്കിപ്പോൾ എല്ലാ പ്ലാന്റ് ഷോപ്പിലും അവൈലബിൾ ആണ് ഈ പ്ലാന്റ്സ്. അപ്പോൾ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും അവരുടെ കളക്ഷനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഈ പ്ലാന്റ് വെക്കാവുള്ളൂ. ഇൻഡോറിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നേരിട്ട് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്തൊന്നും വെക്കാതെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് വെളിച്ചം കിട്ടുന്ന, എന്നാൽ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഈ പ്ലാന്റ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. പുറത്താണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ വെക്കുക അങ്ങനെ. പിന്നെ അധികം ഹൈറ്റ് വെക്കുന്ന ഒരു പ്ലാന്റ് അല്ല ഇത്. പിന്നെ ഇതിൻ്റെ ഒരു വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. കാരണം ഇവർക്ക് വെള്ളമില്ലെങ്കിൽ ഇവർ വാടി തളർന്നങ്ങ് പോവും. അപ്പോൾ ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു പ്ലാന്റ്, ഇതെൻ്റെ നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ്. കുറച്ച് പൊക്കത്തിൽ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇവർക്ക് വെള്ളം കിട്ടാതിരുന്നപ്പോൾ ഇവരിങ്ങനെ വാടി തളർന്ന് താഴത്തേക്ക് കിടക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവരിങ്ങനെ വാടി തളർന്ന് പോവും വെള്ളമില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ഇവർക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു അരമണിക്കൂറിനകം ഇവർ സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇവർക്ക് വെള്ളമില്ലെങ്കിൽ ഇവരുടെ ലീവ്സൊക്കെ തൊട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ലീവ്സാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവർക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആ ലീഫൊക്കെ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അന്നേരം വെള്ളം ഒഴിച്ച് കൊടുക്കണം.
അപ്പോൾ അത്യാവശ്യം വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഫിറ്റോണിയ പ്ലാന്റ്സ്. പിന്നെ ഇതിൻ്റെ പോട്ടിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ളൊരു പോട്ടി മിക്സ് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗാർഡൻ സോയിലും അതുപോലെ കുറച്ച് ചാണകപ്പൊടിയും കൊക്കോപീറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൊക്കോപീറ്റ് കുറച്ച് കൂടുതലുള്ളത് നല്ലതാണ്. കാരണം എന്താ പറയുക, ഇവർക്ക് കുറച്ച് തണുപ്പൊക്കെ ഇഷ്ടമുള്ള, ഈർപ്പം ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൊക്കോപീറ്റ് കൂടിപ്പോയാലും കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതെല്ലാം 1:1:1 എന്ന റേഷ്യോയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് പോട്ടി മിക്സ് ഇതിന് തയ്യാറാക്കാം. പിന്നെ വെള്ളം ഇഷ്ടമാണെന്ന് കരുതി ഓവർ വാട്ടറിങ് ചെയ്യാനും പാടില്ല. ഓവർ വാട്ടറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ വേരൊക്കെ നശിച്ച് തണ്ടൊക്കെ നശിച്ച് ചീഞ്ഞ് ഈ ചെടി മൊത്തം നശിച്ചു പോകും. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പാടില്ല. നല്ല കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. പക്ഷെ നല്ല കെയർ കൊടുത്ത് നമ്മൾ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള, നമുക്ക് നല്ല എന്താ പറയുക, ഒത്തിരി സന്തോഷം കിട്ടുന്നൊരു പ്ലാന്റാണിത് ശരിക്കും. കാരണം ഇവരിങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ നമ്മുടെ വർക്ക് സ്പേസിലൊക്കെ ഇവരെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഇപ്പോൾ ഇങ്ങനെ, അപ്പോൾ എൻ്റെ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ, ഇത് സെറാമിക് പോട്ടാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ സെറാമിക് പോട്ടിലേക്ക് ഈ പ്ലാന്റ് വെച്ചിട്ട് നമ്മുടെ ടേബിളിൻ്റെ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ പോട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ പോട്ടിനൊക്കെ ഡ്രെയിനേജ് ഹോൾ ഉള്ളതാണ്. അപ്പോൾ ഞാൻ വാങ്ങിയ ഈ പോട്ടൊന്നും ഡ്രെയിനേജ് ഹോൾ ഉള്ള പോട്ടുകളല്ലായിരുന്നു. പക്ഷേ ഇതിനെല്ലാത്തിനും നമ്മൾ ഡ്രെയിനേജ് ഹോൾ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഡ്രെയിനേജ് ഹോളൊന്നും നിങ്ങൾക്ക് ഇടാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ വേറൊരു പോട്ടിനകത്ത്, ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിനകത്ത് ഈ ചെടി നട്ടതിന് ശേഷം ഈ നമ്മുടെ സെറാമിക് പോട്ടിലേക്ക് ഫാൻസി ഐറ്റം പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് എടുത്ത് നിങ്ങൾക്ക് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഈ പോട്ടൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ പോട്ടിലൊക്കെ ഇത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഹോളിട്ട് എടുത്തിട്ട് ഇതിനകത്തേക്ക് നേരിട്ട് നടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രെയിനേജ് ഹോള് മസ്റ്റായിട്ടും വേണം. കാരണം അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ പ്ലാന്റ് നമുക്ക് ഇങ്ങനെ ചെറിയ പോട്ടുകളും സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെടിച്ചട്ടിയിലും ഒക്കെ നമുക്ക് നടാവുന്ന പ്ലാന്റ്സ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ അധികം ഹൈറ്റ് വെക്കാത്തൊരു പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ, ഹാങ്ങിങ് പോട്ടിൽ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ക്രീപ്പിംഗ് ആയിട്ട് വളർന്നു വരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലില്ല. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്ലാന്റ്സിൻ്റെ അടിഭാഗത്ത് ചെറിയ വേരായിട്ട് ഓരോ സ്റ്റെം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആ വേരുള്ള ഭാഗം കട്ട് ചെയ്ത് വേറെ പോട്ടിലേക്ക് നട്ട് അങ്ങനെ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാകത്തിനായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കാണിക്കാത്തത്. പക്ഷേ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ പ്ലാന്റ് നമുക്ക് ഈ ടെറാറിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സാണ്. കാരണം ടെറാറിയത്തിലൊക്കെ നമ്മളിത് സാധാരണയായിട്ട് വെക്കുന്ന ഒരു പ്ലാന്റ് ആണ്. കാരണം അധികം വലിപ്പം വെച്ച് പോകുന്ന ഒരു പ്ലാന്റ് അല്ലാത്തത് കൊണ്ടും അത്യാവശ്യം ഹ്യൂമിഡിറ്റിയൊക്കെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ടും ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ടെറാറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ ഫിറ്റോണിയ പ്ലാന്റ്. ടെറാറിയം പോലെ തന്നെ മിനിയേച്ചർ ഗാർഡനൊക്കെ ചെയ്യുമ്പോഴും അതിലും നമുക്ക് ഈ പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പ്ലാന്റ് കൂടിയാണ് ഫിറ്റോണിയ പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റ് കളക്ഷനിൽ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇല്ലെങ്കിൽ അതുകൂടെ ഒന്ന് കളക്ട് ചെയ്യുക. നല്ലൊരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഒറ്റ വീഡിയോ പോലും മിസ്സാവാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.